1975 മുതൽ അച്ഛനുമായിട്ടുള്ള ഒരു ആത്മബന്ധം എനിക്കുണ്ട്. ഞാൻ കിളിയന്തറ അഡോറേഷൻ കോൺവെന്റില് സിസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് അച്ഛൻ ഒരു കൊച്ചു ബ്രദറായിട്ട് തോമാച്ചൻ എന്ന പേരിൽ അവിടെ ഓടി നടന്ന് വളരെ ഊർജ്ജസ്വലതയോടെ ഒത്തിരി ദൈവ ശുശ്രൂഷ ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിൽ ഒരു വലിയ ആത്മബന്ധം ഇന്ന് വരെ സൂക്ഷിച്ചിട്ടുണ്ട്. 1985 മുതൽ ഞാൻ ഇടവക ധ്യാന ശുശ്രൂഷകളിലായിരുന്നു. ദിവ്യകാരുണ്യ സൗഖ്യാനുഭവ ധ്യാനം. ഓരോ ഇടവകകളിലും ധ്യാനത്തിന് പോകുമ്പം ഒരു വിശുദ്ധ അരുളിക്ക വലുത് മടിയിൽ വെച്ച് യാത്ര ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ എല്ലാ ധ്യാനങ്ങൾക്കും അച്ഛന് എന്നെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാം നന്നായി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുമായിരുന്നു. ഞാൻ ചെടിക്കുളം ഇടവകയില് അച്ഛനിരുന്ന ആ വർഷം 2003 അച്ഛന് ആ ഇടവകയില് ഒരു ദിവ്യകാരുണ്യ സൗഖ്യാനുഭവ ധ്യാനം നടത്തണം എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. കാരണം അച്ഛൻ്റെ ഇടവകയിൽ തന്നെ ധ്യാനിപ്പിക്കാമല്ലോ എന്നോർത്ത്. ധ്യാനത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ വിശുദ്ധ കുർബാന പരസ്യമായിട്ട് എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ടുള്ള ധ്യാനമാണ്. വിളക്കന്നൂർ ദിവ്യകാരുണ്യ സംഭവം തുടങ്ങിയത് ഇവിടെ വെച്ച ആ ധ്യാന സമാപന കുർബാനയിൽ വെച്ച. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന പ്രചോദനം അനുസരിച്ചാണ് ഞാനിപ്പോഴേ പറയുന്നത്. അച്ഛനെ കുർബാനയ്ക്ക് കയറി എന്തെന്നില്ലാത്ത ഒരു അഭിഷേകമായിരുന്നു പ്രാർത്ഥനയ്ക്കും അതുപോലെ കുർബാന ഉടനീളം. അവസാനം റൂഹാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞ് തിരുവോസ്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ നിൽക്കുമ്പം പാട്ടുകാര് പാടി തീർന്നിട്ടും അച്ഛന് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. 2 മിനിറ്റോളം അങ്ങനെ നിന്നു. ഞാൻ ആ സൈഡിലാണ് നിന്നത്. നോക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് എനിക്ക് കാണാം. അപ്പം അൾത്താരയുടെ മുൻപിൽ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റോസിലി സിസ്റ്ററെ അച്ഛനെ ഒന്ന് തോണ്ടി വിളിക്ക്, അച്ഛൻ എന്തോ പറ്റിയല്ലോ. ഞാൻ കുർബാനയ്ക്ക് കൂടുന്ന കൊച്ചിനോട് ആ കുർബാന കുപ്പായത്തിൽ ഒന്ന് തോണ്ടിയിട്ട് അച്ഛനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ആ മോന് ചെന്ന് തോണ്ടി വിളിച്ചപ്പം പെട്ടെന്ന് അച്ഛന് ഒരു പരിസരബോധം പോലെ വന്നതുപോലെ തോന്നി. ആ കുർബാന ഒന്നും കൂടി ഇങ്ങനെ ഉയർത്തിയിട്ട് അത് താഴ്ത്തി സാഷ്ടാംഗം വീണ് ആ അൾത്താര മേശയിലേക്ക് കമഴ്ന്ന് 1 മിനിറ്റ് നേരം കിടന്നു. കരയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശിരസുയർത്തി കുർബാന തുടർന്നു. സ്വരമെല്ലാം ഒരു വിറയ്ക്കുന്ന സങ്കടത്തിന്റെ സ്വരമായിരുന്നു. എല്ലാവർക്കും കുർബാനയൊക്കെ എഴുന്നള്ളിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എനിക്ക് എന്തോ പറ്റി എന്ന് വിചാരിച്ചു അല്ലേ? എനിക്ക് പറ്റിയതല്ല. ആ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ രക്തം നിറഞ്ഞ മുഖം, തിരുമുഖം ഞാൻ കാണുകയായിരുന്നു. ഞാനിവിടെ ഒന്നും അല്ലായിരുന്നു ആ സമയത്ത്. എൻ്റെ ശരീരമാകെ തണുത്ത് ഹൃദയം ഇങ്ങനെ ജ്വലിച്ച് ഞാൻ നിങ്ങളുടെ മധ്യ കുർബാന ചെല്ലുവാണെന്ന് പോലും എനിക്ക് തോന്നിയില്ല. അതുപോലെ ഒരു പ്രത്യേക അനുഭവത്തിലായിരുന്നു ഞാൻ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് കുർബാനയുടെ അവസാന പ്രാർത്ഥനയൊക്കെ നടത്തി ആശീർവാദമൊക്കെ കഴിഞ്ഞു. എല്ലാവരും അച്ഛനിത് പറയുമ്പോൾ കരയുന്നുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞത് തോമസ് അച്ഛന് മുറിയിലേക്ക് വേഗം പോയി അവിടെ ചെന്നിട്ട് കസേരയിലിരുന്ന് ആ മേശപ്പുറത്തേക്ക് ശിരസ് വെച്ച് കുറേ നേരം ഏങ്ങലടിച്ച് കരഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്തിനാ കരയുന്നത്? അച്ഛന് ഈശോ വലിയൊരു അടയാളം തന്നതല്ലേ, കരയരുത് എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ 2013 നവംബർ 15 വിളക്കന്നൂർ ദേവാലയത്തില് തോമസ് അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവോസ്തിയില് ദിവ്യകാരുണ്യത്തിന്റെ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്. ദൈവത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് 2 പുസ്തകം എഴുതിയിട്ടുണ്ട്.
ആദ്യത്തെ പുസ്തകം 5 അപ്പവും 2 മീനും എന്ന പുസ്തകമാണ്. അതിനുശേഷം പുസ്തകത്തിന്റെ പേരൊക്കെ ഈശോ ഇങ്ങനെ മെസ്സേജ് ആയിട്ട് തരുന്നതാണ്. ഈശോ കൂടെയുണ്ട് എന്നൊരു പുസ്തകം എഴുതാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിളക്കന്നൂർ ദേവാലയത്തില് തോമസ് അച്ഛന്റെ കൈകളില് ഉയർത്തപ്പെട്ട തിരുവോസ്തിയില് ഈശോയുടെ തിരുമുഖം കാണാനിടയായത്. അപ്പൊ എൻ്റെ മനസ്സില് ദൈവത്തിന്റെ ആത്മാവ് തോന്നിച്ചു, അത് ഒരധ്യായം ഈ പുസ്തകത്തിൽ എഴുതി ചേർക്കണം. ഈശോ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളമാണല്ലോ അത് എന്ന്. ഈ പുസ്തകം എഴുതുമ്പോൾ ഇതിൻ്റെ കവർ പേജില് ഇതുപോലെ ഞാൻ തോമസ് അച്ഛൻ്റെ ഫോട്ടോ കയ്യിൽ തിരുവോസ്തി പിടിച്ചിരിക്കുന്നത് ഇടും, അതിന് അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ റോസ്ലി, ഞാന് ആരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് അച്ഛൻ അറിയപ്പെടാനല്ല, ഈശോ അറിയപ്പെടാനാ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു. ഏതാണെങ്കിലും ഈ ഫോട്ടോ ഇതില് ചേർക്കാനായിട്ട് ഈശോ ഒരു കൃപ തന്നു. എന്നോട് അച്ഛൻ പലപ്പോഴും അച്ഛൻ്റെ വിഷമങ്ങള് പങ്കുവയ്ക്കാറുണ്ട്. കാരണം തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പലരും പറഞ്ഞു, അച്ഛൻ ആളാകാൻ വേണ്ടി കാണിച്ച ഒരു പരിപാടിയാണിതെന്ന്. അതുപോലെ പെയിന്റ് ചെയ്തതാണെന്നും കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്തതാണെന്നും ഒക്കെ കേട്ടു. അപ്പൊ അച്ഛന് അതെല്ലാം വലിയൊരു സഹനമായിരുന്നു. ഒരിക്കലും അച്ഛൻ ഒന്നിനും പ്രതികരിച്ചിട്ടില്ല, എല്ലാം നിശബ്ദമായി സഹിക്കുകയായിരുന്നു. ആ സഹനം 12 വർഷം നീണ്ടു നിന്നു. പിന്നീട് അച്ഛൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, റോസ്ലി, എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന, ഇത് ദൈവ നിയോഗമാണെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇത് ഒരു സത്യമായിട്ട് തിരുസഭ മാർപ്പാപ്പ അംഗീകരിക്കണം. ഇത് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് മരിക്കാം, കാരണം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. 12 കൊല്ലത്തെ എൻ്റെ സഹനം. ഇതെല്ലാം പറയുമ്പം അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമെങ്കിലും കരയുമ്പോഴെല്ലാം പറയും, സങ്കടം കൊണ്ടല്ല ഞാൻ കരയുന്നത്, ഞാൻ ഒന്നുമില്ലാത്ത ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ഒരു വൈദികനാണ്. ധ്യാന ഗുരുക്കന്മാരും വിശുദ്ധരായ ഒരുപാട് വൈദികരുമുണ്ട്. അവർക്കൊന്നും നൽകാതെ ഈ ഒരു അനുഗ്രഹം എൻ്റെ കൈകളിൽ വെച്ച് തന്നല്ലോ എന്ന് ഓർക്കുമ്പം നന്ദി കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നതാണ് എന്ന്. ക്യാൻസർ കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇനിയും നിനക്ക് സഹനങ്ങൾ ഉണ്ടാകും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിന് എല്ലാവിധ ചികിത്സകളും ഒക്കെ ചെയ്തു. തീരെ പറ്റാത്ത അവസ്ഥ പോലും വന്നു. ഒരു വാക്കും മിണ്ടാൻ പറ്റാതെ, ഒരു ചുവട് വെക്കാൻ പറ്റാതെ, ഓർമ്മ കുറഞ്ഞ അവസ്ഥ. അവിടെ നിന്ന് വീണ്ടും ഈശോ സൗഖ്യപ്പെടുത്തി, കീമോയൊക്കെ എടുത്ത്. തിരുമുഖം മാത്രമല്ല, സ്വർഗീയ ആ മഹിമ പ്രതാപത്തോടെ ഈശോയെ കണ്ട് ഈശോയുടെ നെഞ്ചോട് ചേർന്ന് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്.